Hi, my dear students. Welcome to Math World Mathematics Online Classes. അപ്പോൾ നമ്മൾ ഇന്ന് 10th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്റർ സർക്കിളിന്റെ ബാക്കി പോർഷൻസ് പഠിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്ഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കിൾസിലെ ഫസ്റ്റ് സെക്ഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കപ്പോൾ ആ ഫസ്റ്റ് സെക്ഷനിൽ എന്താണ് പഠിക്കാനുള്ളത് ഒന്ന് ഓടിച്ചൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് പഠിച്ചു വെച്ചിരിക്കുന്നത്? ഒരു സർക്കിൾ എടുക്കുന്നു. സർക്കിൾ വരയ്ക്കാൻ ആദ്യം നമുക്ക് വേണ്ടത് സെന്റർ, ദെൻ ഈക്വൽ ഡിസ്റ്റൻസിലുള്ള പോയിന്റ് മാർക്ക് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരച്ചു. എന്ത് വരയ്ക്കുന്നു? സർക്കിൾ വരയ്ക്കുന്നു. സെന്ററിന് ഞാൻ O എന്ന് പേര് കൊടുത്തു. എന്നിട്ട് ഇതിലെ ഒരു ഡയമീറ്റർ വരയ്ക്കുന്നു. ഡയമീറ്ററിന്റെ പേര് AB. അപ്പോൾ ഒരു വൃത്തം വരച്ചു. വൃത്തകേന്ദ്രത്തിന് O എന്നും അതിലൊരു വ്യാസം വരച്ചു, അതിന് AB എന്നും പേര് കൊടുത്തു. ഓക്കെ ആണേ. ഇനി ഈ ഒരു വൃത്തത്തിൽ 3 ബിന്ദുക്കൾ ഞാൻ എടുക്കാൻ പോവാണ്. എവിടെയൊക്കെയാന്ന് ചോദിച്ചാൽ, ഒന്ന് വൃത്തത്തിനകത്ത് ഇൻസൈഡ് ദി സർക്കിൾ, അടുത്തത് ഓൺ ദി സർക്കിൾ, അടുത്തത് ഔട്ട്സൈഡ് ദി സർക്കിൾ. വൃത്തത്തിനകത്ത്, വൃത്തത്തിൽ, വൃത്തത്തിന് പുറത്ത്, അങ്ങനെ 3 ബിന്ദുക്കൾ എടുത്തു. എന്നിട്ട് അതിന് പേര് കൊടുക്കുകയാണ്. ആദ്യത്തെ ബിന്ദുവിന് P, വൃത്തത്തിനകത്തുള്ള ബിന്ദുവിന് P എന്നും, വൃത്തത്തിലുള്ള ബിന്ദുവിന് Q എന്നും, വൃത്തത്തിനകത്ത് പുറത്തുള്ളതിന് എന്തെന്നും കൊടുത്തു? R എന്നും കൊടുത്തു. എന്നിട്ട് എയിൽ നിന്ന് പിയിലോട്ടൊരു ലൈൻ വരച്ചു, പിയിൽ നിന്ന് ബിയിലോട്ടൊരു ലൈൻ വരച്ചു. ഓക്കെ ആണേ. അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തു, ഒരു കോൺ ഉണ്ടായിട്ടുണ്ട്. കോണിന്റെ പേരെന്താ? ആംഗിൾ APB. ഇതുപോലെ എയിൽ നിന്ന് ക്യൂയിലോട്ട് വരയ്ക്കുന്നു, ക്യൂയിൽ നിന്ന് ബിയിലോട്ട് വരയ്ക്കുന്നു. അവിടെയും ഒരു ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. ആംഗിളിന്റെ പേര് ആംഗിൾ AQB. ഇതുപോലെ എയിൽ നിന്ന് ആറിലോട്ടും വരച്ചു, ആറിൽ നിന്ന് ബിയിലോട്ടും വരയ്ക്കുന്നു. മറ്റൊരു ആംഗിൾ ഉണ്ട്, ആംഗിൾ ARB. അങ്ങനെ എനിക്ക് എത്ര കോണുകൾ കിട്ടി? 3 കോണുകൾ കിട്ടി. ഓക്കെ ആണല്ലോ. ഈ കോണുകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അതാണ് നമ്മൾ ഒന്നാമത്തെ സെക്ഷനിൽ പഠിക്കുന്നത്. P എന്ന് പറയുന്ന ബിന്ദു വൃത്തത്തിനകത്തല്ലേ കിടക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും. ഒബ്റ്റ്യൂസ് അല്ലെങ്കിൽ മലയാളം മീഡിയം എന്ത് പറയും? ബൃഹത് കോണായിരിക്കും. ഈ കോണെന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ആയിരിക്കും, അല്ലെങ്കിൽ മട്ടത്രികോണമായിരിക്കും. ഈ കോണെന്ന് പറയുന്നതോ അക്യൂട്ട് ആംഗിൾ ആയിരിക്കും, അല്ലെങ്കിൽ ന്യൂനകോണായിരിക്കും. ഇനി ഈ കോണുകളൊക്കെ പേരൊക്കെ ഞാൻ പറഞ്ഞു. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ 90ൽ കുറവ്, റൈറ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 90, 90. മൂന്നാമത്തത് ഒബ്റ്റ്യൂസ് എന്ന് പറഞ്ഞാലോ 90ൽ കൂടുതൽ. അപ്പോ നമ്മൾ വ്യാസവുമായി ബന്ധപ്പെടുത്തി കോണുകൾ തന്നിട്ടുണ്ടെങ്കിൽ, തന്നിരിക്കുന്ന കോൺ ഒബ്റ്റ്യൂസ് ആംഗിൾ അല്ലെങ്കിൽ 90ൽ കൂടുതലാണെങ്കിൽ ബിന്ദു വൃത്തത്തിനകത്തായിരിക്കും, 90 ആണെങ്കിൽ ബിന്ദു വൃത്തത്തിലായിരിക്കും, 90ൽ കുറവാണെങ്കിലോ വൃത്തത്തിന് പുറത്തായിരിക്കും. അതാണ് നമ്മൾ ഒന്നാമത്തെ സെക്ഷനിൽ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസൈഡ് ദി സർക്കിൾ മോർ ദാൻ 90 ഡിഗ്രി, ഓൺ ദി സർക്കിൾ ഈക്വൽ ടു 90 ഡിഗ്രി, ഔട്ട്സൈഡ് ദി സർക്കിൾ ലെസ് ദാൻ 90 ഡിഗ്രി. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 4 പ്രോബ്ലം കൂടി ബാലൻസ് ഉണ്ട്. അത് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് രണ്ടാമത്തെ സെക്ഷനിലോട്ട് എൻട്രി ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. പ്രൂവ് ദാറ്റ് ദി 2 സർക്കിൾസ് ഡ്രോൺ ഓൺ ദി 2 ഈക്വൽ സൈഡ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ ആസ് ഡയമീറ്റേഴ്സ് പാസിംഗ് ത്രൂ ദി മിഡ് പോയിന്റ് ഓഫ് ദി തേർഡ് സൈഡ്. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾ വ്യാസങ്ങളായി വരയ്ക്കുന്ന വൃത്തങ്ങൾ മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിൽ കൂടി കടന്നു പോകും എന്ന് തെളിയിക്കുക. അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ട് കഴിഞ്ഞു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഐസോസിലസ് അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യവശങ്ങൾ വ്യാസമാക്കി വരയ്ക്കുന്ന വൃത്തങ്ങൾ, ഈക്വൽ സൈഡ്സ് ഡയമീറ്ററായി വരയ്ക്കുന്ന സർക്കിൾസ് മിഡ് പോയിന്റിൽ കൂടി, ബേസിന്റെ മിഡ് പോയിന്റിൽ കൂടി, പാദത്തിന്റെ മധ്യബിന്ദുവിൽ കൂടി കടന്നു പോകുന്നു എന്ന്
തെളിയിക്കുക. ഓക്കെ, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഫിഗർ വരച്ചു. അപ്പോ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അതില് AB ഈക്വൽ ടു എന്താണ്, AC ആണ്. അപ്പൊ ഈ രണ്ട് വശങ്ങളും തുല്യമാണ്. ഓക്കെ ആണല്ലോ. എന്നിട്ട് ബേസിന്റെ പാദത്തിന്റെ മധ്യബിന്ദു ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എയിൽ നിന്ന് ഒരു ലൈൻ, ഡോട്ടഡ് ലൈൻ എങ്ങോട്ടും വരച്ചിട്ടുണ്ട്, എമ്മിലോട്ടും വരച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ എങ്ങനെയാണ് വൃത്തങ്ങൾ വരയ്ക്കേണ്ടത്? AB വ്യാസമാക്കിയും വരയ്ക്കണം, AC വ്യാസമാക്കിയും വരയ്ക്കണം. അപ്പൊ ആദ്യം നമുക്ക് ABയുടെ കേസ് നോക്കാം. ഞാനിവിടെ ഒരു ആംഗിൾ എഴുതാൻ പോവാണ്. ആംഗിൾ AMB കാണുന്നുണ്ടാവുമല്ലോ, AMB. ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അത് ഐസോസെലസ് ട്രയാംഗിളിന്റെ ഒരു പ്രത്യേകതയാണ് അല്ലെ. എവിടെ നിന്ന് വരയ്ക്കുന്ന ലൈൻ? ഈക്വൽ സൈഡ് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ ബേസിന്റെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന ലൈൻ പെർപെൻഡിക്കുലർ ലൈൻ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അത് വെച്ചുകൊണ്ട് ഞാൻ എഴുതി ആംഗിൾ AMB ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ ആണല്ലോ. ഇനി AB വ്യാസമായിക്കൊണ്ട് ഞാനൊരു സർക്കിൾ വരയ്ക്കുന്നു. എങ്ങനെയാണ് വരയ്ക്കുന്നത്? എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് AB ആസ് ഡയമീറ്റർ. കാണുന്നുണ്ടല്ലോ. അപ്പൊ ഈ പടത്തില് AB വ്യാസമാക്കിക്കൊണ്ട് ഞാനൊരു വൃത്തം വരയ്ക്കുകയാണ്. ഓക്കെയാണ്. ആംഗിൾ AMB എത്ര ഡിഗ്രി എന്ന് തന്നിട്ടുമുണ്ട്, 90 ഡിഗ്രി എന്ന് തന്നിട്ടുമുണ്ട്. അപ്പൊ ഈ വരയ്ക്കുന്ന വൃത്തം AB വ്യാസമായി അല്ലെങ്കിൽ AB ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിൾ ഏത് പോയിന്റിൽ കൂടി പാസ് ചെയ്യും? പാസ് ത്രൂ ദി പോയിന്റ് M. റീസൺ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. അപ്പോ നമുക്ക് അതിന്റെ താഴോട്ട് എഴുതാം, പാസ് ത്രൂ ദി പോയിന്റ്. പാസ് ത്രൂ ദി പോയിന്റ് M. അപ്പോ ഇങ്ങനെ വരയ്ക്കുന്ന വൃത്തം ഏത് പോയിന്റിൽ കൂടി കടന്നു പോകും? M എന്ന ബിന്ദുവിൽ കൂടി കടന്നു പോകും. അതിനുള്ള റീസൺ എന്താണ്? ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ഓക്കെ ആണല്ലോ. ഇതുപോലെ ആംഗിൾ AMC എന്ത് വരും? നോക്കി പറഞ്ഞേ. ആംഗിൾ AMC അതും 90 ഡിഗ്രി അല്ലേ? ഇത് 90 ഡിഗ്രി ആയപ്പോൾ ഇതും എത്ര ഡിഗ്രിയായി? 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ABക്ക് പകരം എന്ത് ഡയമീറ്റർ ആയിട്ട് എടുക്കുന്നു? AC. അപ്പോ ഞാൻ ആംഗിൾ AMC 90 ഡിഗ്രി എന്ന് എഴുതി. എന്നിട്ട് AC വ്യാസമാക്കിക്കൊണ്ട് ഒരു വൃത്തം വരയ്ക്കുന്നു. ഉണ്ടായിരിക്കുന്ന കോൺ 90 ഡിഗ്രി അല്ലേ? അങ്ങനെയാണെങ്കിൽ AC വ്യാസമായിട്ട് ഒരു വൃത്തം വരച്ചാൽ അത് ഏത് ബിന്ദുവിൽ കൂടി കടന്നു പോകും? M എന്ന ബിന്ദുവിൽ കൂടി കടന്നു പോകും. അപ്പൊ ആദ്യം വരച്ച വൃത്തം എവിടെ കൂടി കടന്നു പോകുന്നുണ്ട്? എമ്മിൽ കൂടി കടന്നു പോകുന്നു. രണ്ടാമത് വരച്ച വൃത്തവും എവിടെ കൂടി കടന്നു പോകുന്നുണ്ട്? എമ്മിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ഈ M എന്ന് പറഞ്ഞാൽ എന്താ? BCയുടെ മധ്യബിന്ദു. BC എന്ന് പറഞ്ഞാൽ എന്താണ്? പാദം അല്ലെങ്കിൽ ബേസ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? തുല്യ വശങ്ങൾ വ്യാസമാക്കിക്കൊണ്ട് വരയ്ക്കുന്ന വൃത്തം പാദത്തിന്റെ മധ്യബിന്ദുവിൽ കൂടി കടന്നു പോകുന്നു. The circle drawn with the equal sides as diameter pass through the midpoint of the base. Okay, clear അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി. സോ സർക്കിൾ വരയ്ക്കുമ്പോൾ ആ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതുപോലെയുള്ള അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ടാണ്. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് സെന്റൻസ് വെച്ച് പറയാൻ പറ്റുന്ന അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ആ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് രണ്ടെണ്ണം ഒരുമിച്ചാണ് തന്നിരിക്കുന്നത്. ഞാൻ അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പാർട്ട് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. പ്രൂവ് ദാറ്റ് all 4 circles drawn with the sides of a rhombus as diameters pass through a common point. ഒരു സമഭുജ സാമാന്തരികത്തിന്റെ 4 വശങ്ങളും വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങളെല്ലാം പൊതുവായ ഒരു ബിന്ദുവിൽ കൂടി കടന്നു പോകും എന്ന് തെളിയിക്കുക. ഓക്കെ, നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചല്ലോ. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു റോംബസ് അല്ലെങ്കിൽ സമഭുജ സാമാന്തരികത്തിന്റെ സൈഡ്സ് വശങ്ങൾ വ്യാസമായിക്കൊണ്ട് ഡയമീറ്റർ ആയിക്കൊണ്ട് എന്ത് വരയ്ക്കുന്നു? സർക്കിൾസ് വരയ്ക്കുന്നു. അതൊരു കോമൺ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യാം. ഞാനിതാ ഒരു റോംബസ് അല്ലെങ്കിൽ സമഭുജ സാമാന്തരികം എടുത്തിട്ടുണ്ട്. ഇതിന്റെ സൈഡ്സ് AB, BC, CD, AD. ഈ വരച്ചിരിക്കുന്നത് റോംബസ് അല്ലെങ്കിൽ സമഭുജ സാമാന്തരികം ആവാനുള്ള കണ്ടീഷൻ എന്താണ്? AB ഈക്വൽ ടു
ബി സി ഈക്വൽ ടു സി ഡി ഈക്വൽ ടു എന്തായിരിക്കണം? എ ഡി. എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കണം. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ ചെയ്യുന്നത് ഈ തന്നിരിക്കുന്ന റോംബസിന്റെ ഡയഗണൽസ് വരയ്ക്കാൻ പോവാം. തന്നിരിക്കുന്ന സമഭുജ സാമാന്തരികത്തിന്റെ വികരണം. ഒന്നാമത്തെ വികരണം ഏതാ? ബി ഡി. രണ്ടാമത്തെ വികരണം വരയ്ക്കുന്നു ഏതാണ്? എ സി. അപ്പൊ ഇതിലെ രണ്ട് വികരണങ്ങൾ വരച്ചു, ബി ഡിയും വരച്ചു, എ സിയും വരച്ചു. നമുക്കറിയാം ഒരു സമഭുജ സാമാന്തരികം അല്ലെങ്കിൽ റോംബസിന്റെ ഡയഗണൽസ് എന്ത് ചെയ്യുന്നു? പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്ട് ചെയ്യുന്നു, ലംബമായിട്ട് സമഭാഗം ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായേക്കുന്ന കോൺ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. ഈ കോൺ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. ഈ കോണും എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. ഈ കോണും എത്രയായിരിക്കും? 90 ഡിഗ്രി. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കോണുകളും 90 ഡിഗ്രി ആയിരിക്കും. ഇനി മധ്യത മീറ്റ് ചെയ്ത പോയിന്റിന് ഞാൻ എന്തെന്ന് പേര് കൊടുക്കുന്നു? എം. ആ പോയിന്റ് എന്തെന്ന് പേര് കൊടുത്തു? എം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എ ബി വ്യാസമായ ഒരു വൃത്തം വരയ്ക്കുന്നു, എമ്മിൽ കൂടി പാസ് ചെയ്യും. കാര്യം കോൺ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. അതുപോലെ ബി സി വ്യാസമായി വരയ്ക്കുന്നു, ബി സി ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരയ്ക്കുന്നു, എമ്മിൽ കൂടി പാസ് ചെയ്യും. റീസൺ ആംഗിൾ 90 ഡിഗ്രി. ദെൻ സി ഡി ഡയമീറ്റർ ആയിക്കൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുന്നു, എവിടെ കൂടി പാസ് ചെയ്യും? എമ്മിൽ കൂടി പാസ് ചെയ്യും. റീസൺ ആംഗിൾ 90 ഡിഗ്രി. ദെൻ എ ഡി വ്യാസമായിക്കൊണ്ട് സർക്കിൾ വരയ്ക്കുന്നു, എ ഡി ഡയമീറ്റർ ആക്കി സർക്കിൾ വരയ്ക്കുന്നു, അതും എവിടെ കൂടി പാസ് ചെയ്യും? എമ്മിൽ കൂടി പാസ് ചെയ്യും. അപ്പൊ ഈ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ വരച്ചിരിക്കുന്ന റോംബസിന്റെ സൈഡ്സുകൾ വ്യാസമായിക്കൊണ്ട് അല്ലെങ്കിൽ ഡയമീറ്റർ ആയിക്കൊണ്ട് ഞാൻ വരയ്ക്കുന്ന എല്ലാ സർക്കിൾസും ഏത് പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നു? എം എന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നു. എം എന്ന് പറയുന്ന ഒരു കോമൺ പോയിന്റ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒരു എന്താണ് റോംബസ് അല്ലെങ്കിൽ സമഭുജ സാമാന്തരികത്തിന്റെ വശങ്ങൾ അല്ലെങ്കിൽ സൈഡ്സ് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമായി എടുത്ത് വരയ്ക്കുന്ന എല്ലാ സർക്കിൾസും എവിടെ കൂടി പാസ് ചെയ്യുന്നു? ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നു. വികരണങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ കൂടി കടന്നു പോകുന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒരു കോമൺ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നു. ഇത്രയുള്ളൂ. അപ്പൊ ആ കോമൺ പോയിന്റ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? മീറ്റിംഗ് പോയിന്റ് ഓഫ് മീറ്റിംഗ് പോയിന്റ് ഓഫ് ഡയഗണൽസ്. വികരണങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് എന്തായിട്ട് മാറുന്നത്? കോമൺ പോയിന്റ് ആയിട്ട് മാറുന്നത്. അത് എന്തുകൊണ്ടാണ് കോമൺ പോയിന്റ് ആയിട്ട് വരുന്നത്? അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എല്ലാം 90 ഡിഗ്രി ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ സൈഡ്സ് ഡയമീറ്റർ ആയിക്കൊണ്ട് വരയ്ക്കുന്ന എല്ലാ സർക്കിൾസും, റോംബസിന്റെ സൈഡ്സ് ഡയമീറ്റർ ആക്കി വരയ്ക്കുന്ന എല്ലാ സർക്കിൾസും എവിടെ കൂടി പാസ് ചെയ്യുന്നു? പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ഡയഗണൽസ്. ഓക്കെ, അപ്പൊ അതൊരു എന്തായിട്ട് മാറി? കോമൺ പോയിന്റ് ആയിട്ട് മാറി. അപ്പോ ഒരു സമഭുജ സാമാന്തരികത്തിന്റെ എല്ലാ വശങ്ങളും വ്യാസമായി വരയ്ക്കുന്ന വൃത്തം വികരണങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ കൂടി കടന്നു പോകുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു പൊതുവായ ബിന്ദു ലഭിച്ചു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഈ ക്വസ്റ്റ്യന്റെ തന്നെ സെക്കൻഡ് പാർട്ട് ഉണ്ട്, അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ട്രൂ ഫോർ എനി ക്വാഡ്രിലാറ്ററൽ വിത്ത് adjacent sides equal as in the picture. ചിത്രത്തിലേതുപോലെ സമീപവശങ്ങൾ തുല്യമായ ഏത് ചതുർഭുജത്തിലും ഇത് ശരിയാണെന്ന് തെളിയിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ട് കണ്ടു. സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അഡ്ജസന്റ് സൈഡ് ഈക്വൽ ആയിട്ടുള്ള സമീപവശങ്ങൾ തുല്യമായിട്ടുള്ള ഏതെടുക്കുകയാണെങ്കിൽ ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജം എടുക്കുകയാണെങ്കിൽ അവിടെയും ഇതുപോലെ ഒരു കോമൺ ആയിട്ടുള്ള പോയിന്റ് ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടോ എന്ന് പ്രൂവ് ചെയ്യണം. ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഒരു ക്വാഡ്രിലാറ്ററൽ എടുക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്താ? അഡ്ജസന്റ് സൈഡ്സ് ആർ ഈക്വൽ. അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? കൈറ്റ്. KIT, കൈറ്റ്. മലയാളത്തിലും കൈറ്റ് അല്ലെങ്കിൽ വേണമെങ്കിൽ പട്ടം എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ കൈറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിന്റെ 4 വശങ്ങളും വ്യാസമായിക്കൊണ്ട് എന്ത് വരയ്ക്കാൻ പോവാണ്? വൃത്തങ്ങൾ വരയ്ക്കുന്നു. അത് ഒരു കോമൺ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ ഇതേപോലെ തൊട്ട് മുമ്പേ പറഞ്ഞ അതുപോലെ തന്നെയാണ് കൈറ്റിനും ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആയിട്ട് കട്ടാവുന്നു. ബൈസെക്ട് ചെയ്യില്ല, പക്ഷെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും കട്ടാവുന്നത്.
അപ്പൊ ഞാൻ അതിനു വേണ്ടി ആ ഒരു ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കൈറ്റ് വരച്ചിട്ടുണ്ട്. ഇത് കൈറ്റ് ആണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇഫ് എ ബി ഈക്വൽ ടു എ ഡി ആൻഡ് ബി സി ഈക്വൽ ടു സി ഡി. എ ബിയും എ ഡിയും തുല്യമാണ്, അതുപോലെ ബി സിയും എ സിയും തുല്യമാണെങ്കിൽ ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കൈറ്റ് അല്ലെങ്കിൽ പട്ടം എന്ന് വിളിക്കാം. ഇതിന്റെ രണ്ട് ഡയഗണൽസ് വരയ്ക്കാം. ഒരു ഡയഗണൽ ഏതാ? ബി ഡി. അടുത്ത ഡയഗണൽ വരയ്ക്കുക. അടുത്ത ഡയഗണൽ ഏതാണ്? എ സി. അപ്പൊ ഞാൻ രണ്ട് ഡയഗണൽ വരച്ചു. ഒന്ന് ബി ഡി, അടുത്തത് എ സി. മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, നമുക്ക് തൊട്ട് മുമ്പേ കൊടുത്ത കണക്ക് എന്തെന്ന് പേര് കൊടുക്കാം? എം എന്ന് പേര് കൊടുക്കാം. ഇനി ഇവിടെ ഫോം ചെയ്തേക്കുന്ന ആംഗിൾ നോക്കി. ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. അതുപോലെ ഈ ആംഗിളും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. ഈ ആംഗിളും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. അപ്പോ എമ്മിൽ ഫോം ചെയ്തിരിക്കുന്ന ആംഗിൾ എല്ലാം 90 ഡിഗ്രിയാണ്. അപ്പൊ ഇനി നമ്മൾ എങ്ങനെ പറയാം? എ ബി വ്യാസമായി കൊണ്ടൊരു സർക്കിൾ വരയ്ക്കുന്നു. ഇതാണ് എ ബി. അത് വ്യാസമായി കൊണ്ടൊരു സർക്കിൾ വരച്ചാൽ എയിലും ബിയിലും അതുപോലെ എവിടെയും ടച്ച് ചെയ്യും? എമ്മിലും ടച്ച് ചെയ്യും. അതുപോലെ എ ഡി വ്യാസമായി കൊണ്ടൊരു വൃത്തം വരയ്ക്കുന്നു. അത് എവിടെ ടച്ച് ചെയ്തിട്ടേ പോകത്തുള്ളൂ? എമ്മിൽ ടച്ച് ചെയ്തുകൊണ്ടേ പോകത്തുള്ളൂ. എന്തുകൊണ്ടാ ഈ വരച്ച സർക്കിള് എമ്മിൽ ടച്ച് ചെയ്യാനുള്ള റീസൺ എന്താ? എമ്മിൽ ഫോം ചെയ്തേക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. അതാണ് ഈ ക്വസ്റ്റ്യന്റെ കൺസെപ്റ്റ്. ഇനി സി ഡി ഡയമീറ്റർ ആയിക്കൊണ്ട് ഞാൻ സർക്കിൾ വരയ്ക്കുകയാണ്. അതും എവിടെ കൂടി പാസ് ചെയ്ത് പോവും? എമ്മിൽ കൂടി പാസ് ചെയ്യും. അതുപോലെ ബി സി ഡയമീറ്റർ ആയിക്കൊണ്ട് സർക്കിൾ വരച്ചാലും എവിടെ കൂടി പാസ് ചെയ്ത് പോവും? എമ്മിൽ കൂടി പാസ് ചെയ്ത് പോവും. എന്തുകൊണ്ടാണ് ഈ വരച്ചിരിക്കുന്ന എ ബിയും എ ഡിയും ബി സിയും ബി ഡി സി ഡിയും വ്യാസമായി നമ്മൾ വൃത്തം വരയ്ക്കുമ്പോൾ എമ്മിൽ കൂടി കടന്നു പോകുന്ന എന്തുകൊണ്ടാണ്? അവിടെ ഫോം ചെയ്തേക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അത് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്കിത് എക്സാമിന് എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചാൽ ഇങ്ങനെ എടുക്കാം. ആംഗിൾ എ എം ബി ആദ്യം എഴുതേണ്ട ഇതാണ്. ആംഗിൾ എ എം ബി ഈക്വൽ ടു എത്ര ഡിഗ്രി? 90 ഡിഗ്രി. ആംഗിൾ എ എം ബി എത്ര ഡിഗ്രി എന്നാണ് തന്നിരിക്കുന്നത്? 90 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എയും ബിയും കാണുന്നുണ്ടോ? എ ബി വ്യാസമായി വരയ്ക്കുന്ന വൃത്തം എവിടെ കൂടി പാസ് ചെയ്യും? എമ്മിൽ കൂടി പാസ് ചെയ്യും. അങ്ങനെ എഴുതിയാൽ മതി. ആംഗിൾ എ എം ബി ഈക്വൽ ടു 90 ഡിഗ്രി. Then the circle drawn with AB as diameter pass through the point M. Pass through the point M. ഇനി അടുത്ത ഏത് ആംഗിൾ എടുക്കുക? ആംഗിൾ എ എം ഡി. അതും എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. എങ്ങനെ എഴുതുക? ആംഗിൾ എ എം ഡി ഈക്വൽ ടു 90 ഡിഗ്രി. സോ ദ സർക്കിൾ ഡ്രോൺ വിത്ത് എ ഡി ആസ് ഡയമീറ്റർ പാസ് ത്രൂ ദി പോയിന്റ് എം. മലയാളം മീഡിയം ആകുമ്പോഴത്തേക്കോ കോൺ എ എം ഡി എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ഡി വ്യാസമായി വരയ്ക്കുന്ന വൃത്തം എം എന്ന ബിന്ദുവിൽ കൂടി കടന്നു പോകുന്നു. അപ്പൊ ഇങ്ങനെ വരയ്ക്കുന്ന 4 വൃത്തങ്ങളും വശങ്ങളെല്ലാം വ്യാസമായി വരയ്ക്കുന്ന 4 വൃത്തങ്ങളും എവിടെ കൂടി കടന്നു പോകുന്നു? എം എന്ന ബിന്ദുവിൽ കൂടി കടന്നു പോകുന്നു. അപ്പൊ എം എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? ഒരു കോമൺ പോയിന്റ് അല്ലെങ്കിൽ പൊതുവായ ബിന്ദുവായിട്ട് മാറും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ മോഡലിലാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ഈ ഒരു സെക്ഷനിൽ ബാലൻസ് ഉണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് നോക്കാം, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ: എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ ബൈ ജോയിനിങ് എ പോയിന്റ് ഓൺ എ സെമി സർക്കിൾ ടു ദി എൻഡ്സ് ഓഫ് ദി ഡയമീറ്റർ. Then semicircle are drawn with the other two sides as diameter. Prove that the sum of the areas of blue and red crescents in the second picture is equal to the area of the triangle. ഒരു വൃത്തത്തിലെ ഒരു ബിന്ദുവും വ്യാസത്തിന്റെ രണ്ടറ്റങ്ങളും ചേർത്ത് ഒരു ത്രികോണം വരച്ചു. തുടർന്ന് ത്രികോണത്തിന്റെ മറ്റു 2 വശങ്ങൾ വ്യാസമായി അർദ്ധവൃത്തങ്ങളും വരച്ചു. രണ്ടാം ചിത്രത്തിലെ നീലയും ചുവപ്പുമായ ചന്ദ്രക്കലകളുടെ പരപ്പളവുകൾ കൂട്ടിയാൽ ത്രികോണത്തിന്റെ പരപ്പളവ് കിട്ടുമെന്ന് തെളിയിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ കണ്ടു.
കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനകത്ത് 2 ഫിഗേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ഫിഗർ ഇതാണ്. അപ്പോ ഇതൊരു സെമി സർക്കിൾ ആണ്, അർദ്ധവൃത്തമാണ്. അപ്പോ വൃത്തത്തിൽ ഒരു പോയിന്റ് എടുത്തു, അവിടെ നിന്ന് എങ്ങോട്ട് ലൈൻസ് വരച്ചു, ഡയമീറ്ററിന്റെ എൻഡിലോട്ട് ലൈൻ വരച്ചു. അപ്പൊ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ഫിഗറിൽ ഈ ട്രയാങ്കിള് സൈഡ് ഉണ്ട്, ഈ ഒരു സൈഡും അതുപോലെ ഈ സൈഡും ഡയമീറ്റർ ആയിക്കൊണ്ട് 2 സെമി സർക്കിൾ വരച്ചിട്ടുണ്ട്. അതില് ഷെയ്ഡ് ചെയ്തേക്കുന്ന പാർട്ട് ഉണ്ടോ, അതെ നമ്മൾ ക്രസൻസ് അല്ലെങ്കിൽ ചന്ദ്രക്കല എന്നാണ് പറയുന്നത്. ഫിഗറിൽ നോക്കിയാൽ തന്നെ അറിയാം, ചന്ദ്രക്കലയുടെ ഷേപ്പിലാണ് കിടക്കുന്നത്. ഈ 2 ക്രസൻസിന്റെ ഏരിയയും ഈ ട്രയാങ്കിളിന്റെ ഏരിയയും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യാം. ഈ 2 ക്രസൻസിന്റെ ഏരിയയും ഈ ട്രയാങ്കിളിന്റെ ഏരിയയും എന്താന്ന് പ്രൂവ് ചെയ്യാം, സെയിം ആണെന്ന് പ്രൂവ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ചെയ്യുന്നത്, ഈ ഡയമീറ്റർ ഉണ്ടോ, അതിന് ഡി എന്ന് കൊടുത്തു. ഈ ഒരു സൈഡിന് എ എന്ന് കൊടുക്കുന്നു, ഈ സൈഡിന് ഞാൻ ബി എന്ന് കൊടുക്കുന്നു. ഈ സൈഡിന് എ എന്നും ഈ സൈഡിന് ബി എന്നും കൊടുത്തു. അതേ ഫിഗർ തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ട് ഇത് ഡി ആയിരിക്കും, ഇത് എ ആയിരിക്കും, ഇതെന്തായിരിക്കും, ബി ആയിരിക്കും. വെറുതെ കൊടുത്ത പേരാണ്. ഈ സെമി സർക്കിളിന്റെ ഏരിയ എന്ത് വരും, ഈ വലിയ സെമി സർക്കിളിന്റെ ഏരിയ എന്ത് വരും? ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം. എന്താ, പൈ ആർ സ്ക്വയർ ബൈ 2. സർക്കിൾ ആണെങ്കിൽ പൈ ആർ സ്ക്വയർ, സെമി സർക്കിൾ ആകുമ്പോഴോ അതിന്റെ പകുതി പൈ ആർ സ്ക്വയർ ബൈ 2. വലിയ സെമി സർക്കിളിന്റെ ഡയമീറ്റർ ഡി ആണ്. നമുക്ക് വേണ്ടത് റേഡിയസ് ആണ്. ഡയമീറ്റർ ഡി ആണെങ്കിൽ റേഡിയസ് എന്തായിരിക്കും, ഡിയുടെ പകുതി എന്ന് പറയുമ്പോ ഡി ബൈ 2. അപ്പൊ ഇക്വേഷൻ എങ്ങനെ മാറും, പൈ ബൈ 2 ഇൻറ്റു ഡി ബൈ 2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു പൈ ഡിയുടെ സ്ക്വയർ ഡി സ്ക്വയർ, 2ന്റെ സ്ക്വയർ 4, 4 2 8. അപ്പോ ഈ ഒരു സെമി സർക്കിളിന്റെ ഏരിയ എന്തെന്ന് കിട്ടി, പൈ ഡി സ്ക്വയർ ബൈ 8 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ ഫിഗറിലോട്ട് പോവാം. രണ്ടാമത്തെ ഫിഗറിൽ 2 സെമി സർക്കിൾ ഉണ്ട്, കാണുന്നുണ്ടല്ലോ, 2 സെമി സർക്കിൾ ഉണ്ട്. ആ സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോവാം. ആദ്യം ഡയമീറ്റർ എ വരുന്നതും പിന്നെ ഡയമീറ്റർ ബി വരുന്നതും. അപ്പോ ഞാൻ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്, ഡയമീറ്റർ എ വരുന്ന ഏരിയയും വേണം, ഡയമീറ്റർ ബി വരുന്ന ഏരിയയും വേണം. ഞാൻ അതുകൊണ്ട് അതിനെ A1 എന്ന് കൊടുത്തു. ഏരിയ എ ഡയമീറ്റർ ആയിട്ട് എടുക്കുന്നതിന്റെ ഏരിയ A1 എന്ന് കൊടുത്തു. സെയിം ഇക്വേഷൻ എന്താ, പൈ ആർ സ്ക്വയർ ബൈ 2 ഈക്വൽ ടു പൈ ബൈ 2. ഡയമീറ്റർ എ അല്ലേ, ഇപ്പൊ റേഡിയസ് എന്തായിരിക്കും, എ ബൈ 2, അതിന്റെ സ്ക്വയർ. അപ്പോ എ ബൈ 2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും, പൈ എയുടെ സ്ക്വയർ എ സ്ക്വയർ, അപ്പൊ പൈ എ സ്ക്വയർ ബൈ 2ന്റെ സ്ക്വയർ 4, 4 2 8. ഇതുപോലെ ബി ഡയമീറ്റർ ആയിട്ട് വരുമ്പോ എന്താണ് ഏരിയ, അത് ഞാൻ A2 എന്ന് പേര് കൊടുത്തു. A2 എങ്ങനെ കണ്ടുപിടിക്കാം, ഇക്വേഷൻ സെയിം തന്നെ, പൈ ആർ സ്ക്വയർ ബൈ 2 ഈക്വൽ ടു പൈ ബൈ 2. A2 ആവുമ്പോ ഡയമീറ്റർ ബി അല്ലേ, അപ്പൊ എങ്ങനെ എടുക്കാം, ബി ബൈ 2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും, പൈ ബി സ്ക്വയർ ബൈ 2ന്റെ സ്ക്വയർ 4, 4 2 8. അപ്പൊ നമുക്ക് ഫസ്റ്റ് സെമി സർക്കിളിന്റെ ഏരിയ, ചെറിയ സെമി സർക്കിളിലെ ഫസ്റ്റിന്റെ ഏരിയ പൈ എ സ്ക്വയർ ബൈ 8 എന്നും രണ്ടാമത്തെ ഏരിയ പൈ ബി സ്ക്വയർ ബൈ 8 എന്നും കിട്ടി. അങ്ങനെ ടോട്ടൽ ഏരിയ എന്തായിരിക്കും, ടോട്ടൽ ഏരിയ A1 പ്ലസ് A2. ശരിയാണോ, ടോട്ടൽ ഏരിയ എന്തായിരിക്കും, A1 പ്ലസ് A2. അപ്പൊ എങ്ങനെ വരും, പൈ എ സ്ക്വയർ ബൈ 8 പ്ലസ് പൈ ബി സ്ക്വയർ ബൈ 8. ശരിയാണോ, പൈ എ സ്ക്വയർ ബൈ 8 ബൈ പൈ ബി സ്ക്വയർ ബൈ 8. ഇത് രണ്ടിൽ നിന്ന് എനിക്ക് പൈ ബൈ 8 കോമൺ ആയിട്ട് എടുത്തൂടെ. ഇപ്പൊ എങ്ങനെ കിട്ടും ഇത്, പൈ ബൈ 8 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഈ കൊടുത്തിരിക്കുന്ന ട്രയാങ്കിൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. ഡി ഡയമീറ്റർ ആണെങ്കിൽ, പോയിന്റ് സർക്കിളിലാണെങ്കിൽ ഈ ആംഗിൾ 90 ഡിഗ്രി വരത്തില്ലേ. ഈ വരച്ചിരിക്കുന്ന ഫിഗർ അല്ലെങ്കിൽ ഈ വരച്ചിരിക്കുന്ന ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ അവിടെ എന്ത് എഴുതാൻ പറ്റും, പൈതഗോറസ് തിയറം എഴുതാൻ പറ്റും. എന്താ ഇവിടുത്തെ പൈതഗോറസ് തിയറം വരുന്നേ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു ഡി സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു ഡി സ്ക്വയർ. അപ്പൊ ഇവിടെ നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നടക്കുന്നുണ്ടോ, അവിടെ എനിക്ക് എന്തെന്ന് കൊടുക്കാം, ഡി സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ മാറും, പൈ ബൈ 8 ഡി സ്ക്വയർ. അപ്പോ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടി, പൈ ബൈ 8 ഡി സ്ക്വയർ. അപ്പോ ഒന്നാമത്തെ സെമി സർക്കിളിന്റെ ഏരിയ എന്ത് കിട്ടി,
π/8d². ഈ രണ്ടാമത്തെ ഫിഗറിലെ രണ്ട് സെമി സർക്കിളിന്റെ ഏരിയ കൂട്ടിയപ്പോഴും എന്ത് കിട്ടി? π/8d². ഓക്കെ ആണല്ലോ. അത് മാത്രം ഞാനൊന്ന് എഴുതാൻ പോവാണ്. അപ്പോ ഒന്നാമത്തേല് ഏരിയ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? πd²/8. ഏതിന്റെ ഏരിയ ആണ് കണ്ടുപിടിച്ചത്? സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ ഫിഗറിൽ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? ഒന്നിന് പകരം എത്ര സെമി സർക്കിൾ ഉണ്ട്? 2 സെമി സർക്കിൾ ഉണ്ട്. അതിന്റെ ഏരിയയുടെ സം. അപ്പോ ഏരിയ സം എന്ന് കൊടുക്കാണ്. ഏരിയ സം ഈക്വൽ ടു എന്ത് തന്നെ കിട്ടി? πd²/8. ഏരിയ സം എന്ത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്? πd²/8. ഓക്കെ ആണല്ലോ. ഇപ്പോഴും നമ്മുടെ ആൻസർ എത്തിയിട്ടില്ല. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ ഏരിയയും ക്രസൻസിന്റെ ഏരിയയും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നോക്കിക്കോണേ, ഒന്നാമത്തെ സർക്കിളില് സെമി സർക്കിൾ ഈ ഒരു പാർട്ട് ഉണ്ടോ? അതുപോലെ ഈ ഒരു പാർട്ട് ഉണ്ടോ? ഈ രണ്ട് പാർട്ട് അവോയ്ഡ് ചെയ്യുന്നു. ഈ വരച്ച പാർട്ടിന് ഞാൻ അതിന്റെ ഏരിയ എക്സ് എന്നും ഈ ഒരു പാർട്ടിന്റെ ഏരിയ വൈ എന്നും എടുത്തു. ഈ പാർട്ടിന്റെ ഏരിയ എക്സ് എന്നെടുത്തു, ഈ പാർട്ടിന്റെ ഏരിയ എന്തെന്നെടുത്തു? വൈ എന്നെടുത്തു. ഈ രണ്ട് പാർട്ട് ഞാൻ അവോയ്ഡ് ചെയ്താൽ, ഒന്നാമത്തെ ഫിഗറിൽ നിന്ന് ഈ രണ്ട് പാർട്ട് ഞാൻ അവോയ്ഡ് ചെയ്താൽ എന്തിന്റെ ഏരിയ കിട്ടും? ഏരിയ ഓഫ് ട്രയാങ്കിൾ കിട്ടത്തില്ലേ? നോക്കിയാൽ മതി. ഇനി ബാലൻസ് ഉള്ളത് ട്രയാങ്കിൾ ഏരിയ ആണ്. അപ്പോൾ ട്രയാങ്കിൾ ഏരിയ ഈക്വൽ ടു ത്രികോണത്തിന്റെ പരപ്പളവ് സമം എന്താ വരുന്നത്? മൊത്തവും ഉള്ള പരപ്പളവിൽ നിന്ന് എക്സും കളയണം, വൈയും കളയണം. അപ്പൊ എങ്ങനെ എടുക്കാം? πd²/8 മൈനസ് എക്സ് മൈനസ് വൈ. ഓക്കെ ആണ്. അപ്പൊ നമുക്ക് എന്തിന്റെ ഏരിയ കിട്ടി? ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടി. ഇതേ ഫിഗറിൽ ഇതേപോലെ തന്നെയാണ് രണ്ടാമത്തെ ഫിഗറിൽ. ഇതാ ഈ കിടക്കുന്ന പാർട്ട് ഉണ്ടോ? കാണുന്നുണ്ടോ? അതിന്റെ ഏരിയ എന്താണ്? എക്സ് തന്നെയാണ്. കാര്യം സെയിം ഫിഗർ തന്നെയല്ലേ. അതുപോലെ ഈ ഒരു പാർട്ട് കണ്ടോ? അതിന്റെ ഏരിയ എന്താണ്? വൈ ആണ്. അപ്പോ നമുക്ക് ഇവിടെ എക്സ് കിട്ടി, ഇവിടെ എന്തും കിട്ടി? വൈ കിട്ടി. ആ രണ്ട് പാർട്ട് ഞാൻ അവോയ്ഡ് ചെയ്യുന്നു. നോക്കിക്കോളാം, നമുക്ക് ഏരിയ സം ഉണ്ട്. ആ രണ്ട് പാർട്ടും നമ്മുടെ ഫിഗറിൽ നിന്ന് അവോയ്ഡ് ചെയ്താൽ, രണ്ട് സെമി സർക്കിളിൽ നിന്ന് അവോയ്ഡ് ചെയ്താൽ ഈ കാണുന്ന കണ്ടോ ഗ്രീൻ കളർ അടിച്ചേക്കുന്ന ആ പാർട്ടും അതുപോലെ ഏത് പാർട്ടും ആയിരിക്കും ബാലൻസ് വരിക? ഈ കൊടുത്തിരിക്കുന്ന റെഡ് പാർട്ടും. ഈ പച്ചയും ചുവപ്പുമായിരിക്കും ബാലൻസ് വരുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ക്രസൻസ്. അപ്പൊ നമുക്ക് എഴുതാം ക്രസൻസ് ഏരിയ ഈക്വൽ ടു എന്ത് വരും? ടോട്ടൽ ഏരിയയിൽ നിന്ന് ഏതൊക്കെ ഏരിയ അവോയ്ഡ് ചെയ്യണം? എക്സ് എന്ന് പറയുന്ന ഏരിയ അവോയ്ഡ് ചെയ്യണം, വൈ എന്ന് പറയുന്ന ഏരിയയും അവോയ്ഡ് ചെയ്യണം. അപ്പൊ എങ്ങനെ എഴുതാം? πd²/8 മൈനസ് എക്സ് മൈനസ് വൈ. അപ്പൊ നമുക്ക് ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടി. എന്താ? πd²/8 മൈനസ് എക്സ് മൈനസ് വൈ. ക്രസൻസിന്റെ ഏരിയ എന്ത് തന്നെ കിട്ടി? πd²/8 മൈനസ് എക്സ് മൈനസ് വൈ. ആ രണ്ട് ഏരിയ സെയിം അല്ലേ? ഇതിന് നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ ഏരിയ ഈക്വൽ ടു ക്രസൻസ് ഏരിയ. മലയാളം മീഡിയം ആകുമ്പോഴത്തേക്കോ ത്രികോണത്തിന്റെ പരപ്പളവും ചന്ദ്രക്കലകളുടെ പരപ്പളവും തുല്യമാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, പക്ഷെ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ചെയ്യാനുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ച് മനസ്സിലാക്കി എടുക്കുക. ഇത്രയും ആവുമ്പോ ഏത് സെക്ഷൻ കംപ്ലീറ്റ് ആയി? നമ്മൾ പഠിച്ച സർക്കിൾസിലെ ഒന്നാമത്തെ സെക്ഷൻ കംപ്ലീറ്റ് ആയി. അപ്പൊ അതിലുള്ള എല്ലാ പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നേരെ നമുക്ക് സെക്കൻഡ് പാർട്ടിലോട്ട് കിടക്കാം. സെക്കൻഡ് പാർട്ടിലോട്ട് പോകുമ്പോൾ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് എടുത്തത് ഡയമീറ്റർ ആണെങ്കിൽ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് എടുക്കാൻ പോകുന്നത് കോഡാണ്. അതിന്റെ മലയാളം എന്താണ്? ഞാൻ. അപ്പോ കോഡും ഡയമീറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു കോഡ് തന്നെയാണ്, പക്ഷെ എവിടെ കൂടെ പാസ് ചെയ്യും? സർക്കിളിന്റെ സെന്ററിൽ കൂടി പാസ് ചെയ്യും. പക്ഷെ കോഡ് മാത്രമായിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ എന്താണ് കോഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് സർക്കിളിലെ രണ്ട് പോയിന്റിനെ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന സ്ട്രേറ്റ് ലൈൻ, വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന നേർരേഖയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഞാൻ. അപ്പോൾ നമ്മൾ ഇനി ഡയമീറ്ററിന് പകരം എന്താണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്? ഞാൻ ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കൺസെപ്റ്റിലോട്ട് കടക്കാം. അപ്പൊ അടുത്ത കൺസെപ്റ്റിൽ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത്? ഡയമീറ്ററിന് പകരം, വ്യാസത്തിന് പകരം കോഡ് അഥവാ ഞാൻ എടുക്കാൻ പോവാണ്. അവിടെയും നമുക്ക് 3 ആംഗിൾ ആണ് പഠിക്കാനുള്ളത്. ആ 3 ആംഗിളും തമ്മിലുള്ള ബന്ധം എന്താണ്? അതാണ് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കി എടുക്കുക.
ഓക്കെ, കൺഫ്യൂഷൻ ആവാതെ നോക്കിക്കോളാം. അപ്പൊ ഇത് ഞാൻ മായ്ക്കുകയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കുന്ന സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആയതുകൊണ്ട് ഒരു സർക്കിൾ വരച്ചു. സർക്കിളിന്റെ ഒരു സെന്റർ ഉണ്ട്. എന്താ പേര് കൊടുക്കുക? ഓ. ഇനി നമ്മൾ ഡയമീറ്ററിന് പകരം എന്ത് ചെയ്യാൻ പോവാണ്? ഒരു കോഡ് എടുക്കാൻ പോവാ, ഒരു ഞാൻ എടുക്കാൻ പോവാണ്. അപ്പൊ ദാ വരച്ചു. ഇത് എ, ഇത് ബി. അപ്പൊ വൃത്തത്തില് 2 ബിന്ദുക്കൾ കിട്ടിയിട്ടുണ്ട്, എയും ബി. ഈ 2 ബിന്ദുക്കൾ നമ്മൾ എടുക്കുമ്പോ വൃത്തം 2 ഭാഗങ്ങളായിട്ട് പോയിട്ടില്ലേ? നോക്കുക, എ ബി എന്ന് പറയുന്ന ഞാൻ വെച്ച് പറയുകയാണെങ്കിൽ എ ബിക്ക് താഴെ ഒരു ഭാഗമുണ്ട്, എ ബിക്ക് മുകളിൽ ഒരു ഭാഗമുണ്ട്. ആ ഓരോ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്നത് മലയാളം മീഡിയം ആണെങ്കിൽ വൃത്തകണ്ണമെന്നും ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ സെഗ്മെന്റ് എന്നും പറയുന്നു. അത് നമ്മൾ കഴിഞ്ഞ വർഷം കേട്ട വാക്കാണ്, സെഗ്മെന്റും അതുപോലെ തന്നെ വൃത്തകണ്ണവും. ഓക്കെ ആണല്ലോ. ഇനി അതിന് പകരം നമ്മൾ എൻഡയർ പാർട്ട് എടുക്കാതെ, എ ബിയുടെ താഴെയുള്ള എൻഡയർ പാർട്ട്, എ ബിയുടെ മുകളിലുള്ള എൻഡയർ പാർട്ട് എടുക്കാതെ വൃത്തത്തിലുള്ള എ തൊട്ട് ബി വരെയുള്ള ഒരു ലൈൻ കണ്ടോ? എ തൊട്ട് ബി വരെയുള്ള ഒരു പാർട്ട് ഉണ്ടോ? ഈ പോകുന്ന പാർട്ട് ഉണ്ടോ? ഈ ഒരു പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർക്ക്. എന്നാ ചോദിക്കും, ഈ പാർട്ടിനെ എന്താണ് വിളിക്കുന്നത്? അതിനെ നമ്മൾ എന്തെന്ന് തന്നെയാണ് വിളിക്കുന്നത്? ആർക്ക് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പൊ ഒരു വൃത്തത്തിലെ 2 ബിന്ദുക്കൾ എടുത്തപ്പോൾ വൃത്തം എന്ത് ചെയ്തു? 2 ഭാഗങ്ങളായിട്ട് മാറി. ഓരോ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ആർക്ക്. മലയാളം മീഡിയം ആണെങ്കിൽ ചാപം എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ. ഈ 2 ചാപങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ കംപ്ലീറ്റ് സർക്കിൾ കിട്ടത്തില്ലേ? പൂർണ്ണ വൃത്തം നമുക്ക് ലഭിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ 2 ചാപങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ കംപ്ലീറ്റ് സർക്കിൾ അല്ലെങ്കിൽ പൂർണ്ണ വൃത്തം ലഭിക്കുകയാണെങ്കിൽ ഒന്നിനെ ആർക്കെന്ന് വിളിക്കുമ്പോൾ അടുത്തതിനെ ആൾട്ടർനേറ്റ് ആർക്കെന്ന് വിളിക്കുന്നു. അപ്പോ ഒന്നിനെ ഞാൻ ആർക്കെന്ന് വിളിച്ചാൽ അടുത്തതിനെ എന്തെന്ന് വിളിക്കുക? ആൾട്ടർനേറ്റ് ആർക്കെന്ന് വിളിക്കുക. മലയാളം മീഡിയം ആണെങ്കിലോ ഒന്നിനെ ചാപം എന്ന് വിളിക്കുമ്പോൾ രണ്ടാമത്തതിനെ ശിഷ്ടചാപം എന്ന് പറയുന്നു. ഒന്നിനെ ചാപം എന്ന് പറയുന്നു, അടുത്തതിന് എന്തെന്ന് പറയുന്നു? ശിഷ്ടചാപം എന്ന് പറയുന്നു. ഓക്കെ ആണേ. അപ്പൊ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. വ്യാസത്തിന് പകരം ഒരു ഞാൻ എടുക്കുന്നു, ഡയമീറ്ററിന് പകരം എന്ത് ചെയ്യുന്നു? ഒരു കോഡ് എടുത്തു. കോഡ് എടുക്കുമ്പോൾ എ ബി എന്ന് പറയുന്ന കോഡ് കൺസിഡർ ചെയ്യുമ്പോൾ എ ബിക്ക് താഴെ വൃത്തത്തിൽ കുറച്ച് ഭാഗങ്ങൾ വരുന്നു, എ ബിക്ക് മുകളിലും വൃത്തത്തിലെ കുറച്ച് ഭാഗങ്ങൾ വരുന്നു. ആ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? താഴെയുള്ളതിനെയും മുകളിലുള്ളതിനെയും ആർക്കെന്ന് വിളിക്കും. പിന്നെ ഇവിടെ 2 ആർക്കല്ലേ ഉള്ളൂ. ഈ 2 ആർക്കും ചേർത്ത് വെക്കുമ്പോൾ കംപ്ലീറ്റ് സർക്കിൾ കിട്ടുന്നത് കൊണ്ട് ഒന്നിനെ ആർക്കെന്ന് വിളിക്കുമ്പോൾ അടുത്തതിനെ എന്ത് വിളിക്കുന്നു? ആൾട്ടർനേറ്റ് ആർക്കെന്ന് വിളിക്കുന്നു. ഒന്നിനെ ചാപമെന്നും അടുത്തതിനെ എന്തെന്നും വിളിക്കുന്നു? ശിഷ്ടചാപം എന്നും പറയുന്നു. ഇനി ഇതിനെ എപ്പോഴും ആർക്ക് എന്ന് വിളിക്കണമെന്ന് നിർബന്ധമില്ല. ഇതിനെ വേണമെങ്കിൽ എന്തെന്ന് വിളിക്കാം? ആർക്ക് എന്ന് വിളിക്കാം. അപ്പൊ ഇതിനെ എന്ത് വിളിക്കണം? ആൾട്ടർനേറ്റ് ആർക്ക്. ഇതിനെ ചാപം എന്ന് വിളിച്ചാൽ ഇതിനെ എന്തെന്ന് വിളിക്കണം? ശിഷ്ടചാപം എന്ന് വിളിക്കണം. അത് ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് നമ്മൾ ചാപവും ശിഷ്ടചാപവും തീരുമാനിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ഇപ്പോ നമ്മൾ ചാപത്തിന്റെ പേര് അല്ലെങ്കിൽ ശിഷ്ടചാപത്തിന്റെ പേര് പറയാൻ പോയാൽ എ ബി എന്ന് മാത്രമല്ലേ പറയാൻ പറ്റൂ. കറക്റ്റ് തിരിച്ചറിയണേ എന്ത് ചെയ്യണം? എ ബിയുടെ താഴത്തെ പാർട്ടും എ ബിയുടെ മുകളിലത്തെ പാർട്ടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് ഇടയിൽ, അതായത് ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം പി, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം ക്യൂ. അങ്ങനെയാണെങ്കിൽ താഴത്തെ ചാപത്തിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയാം? എ പി ബി. അപ്പൊ ഈ പടത്തിൽ നോക്കിയിട്ട് ചാപം എ പി ബി പറയാൻ പറഞ്ഞാൽ നമ്മൾ ഏതേ പറയൂ? എയിൽ തുടങ്ങി പിയിൽ കൂടി ബിയിലെത്തണം. അപ്പോ ഈ ഒരു ഭാഗമായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പൊ ചാപത്തിന്റെ പേരെഴുതാൻ നമുക്ക് 3 ലെറ്റർ വേണം. ഒന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ്, രണ്ടാമത്തെ പാസിംഗ് പോയിന്റ്, മൂന്നാമത്തത് എൻഡിങ് പോയിന്റ്. തുടങ്ങുന്ന സ്ഥലം, കടന്നു പോകുന്ന ബിന്ദു, അവസാനിക്കുന്ന ബിന്ദു. അങ്ങനെ 3 ബിന്ദുക്കൾ ഉണ്ടെങ്കിലേ നമുക്ക് ചാപത്തിന്റെ പേര് പറയാൻ കഴിയുകയുള്ളൂ. അതുപോലെ അടുത്ത എങ്ങനെ പറയാം? എയിൽ തുടങ്ങി ക്യൂവിൽ കൂടി എവിടെ എത്തുന്നു? ബിയിൽ എത്തുന്നു. അപ്പൊ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? എ ക്യൂ ബി. അപ്പൊ നമുക്കിവിടെ 2 ചാപങ്ങൾ കിട്ടി അല്ലെ? ചാപങ്ങൾ നമ്മൾ എത്ര അക്ഷരങ്ങൾ വെച്ചുകൊണ്ടാണ്, എത്ര ലെറ്റേഴ്സ് വെച്ചുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 3 ലെറ്റേഴ്സ്. സ്റ്റാർട്ടിംഗ്, എൻഡിങ്, പാസിംഗ്.
അല്ലെ? തുടങ്ങുന്ന ബിന്ദു, അവസാനിക്കുന്ന ബിന്ദു, കടന്നു പോകുന്ന ബിന്ദു. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് എന്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ചാപം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ രണ്ട് ചാപങ്ങളുണ്ട്. ഒന്നെന്താ? APB, അടുത്ത എന്താ? AQB. ആംഗിൾ ആകുമ്പോൾ നമ്മളൊരു സിമ്പൽ ഇടത്തില്ലേ? ആ സിമ്പൽ കണ്ടാൽ നമുക്കറിയാം അത് ആംഗിൾ ആണ്. അതുപോലെ ചാപമാണ് എന്ന് തിരിച്ചറിയാൻ നമ്മൾ കൊടുക്കുന്ന സിമ്പൽ ഇതാണ്. റാ ഒന്ന് നീട്ടി വരയ്ക്കും. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുക? റാ ഷേപ്പിൽ വരയ്ക്കുക. അപ്പൊ ഇങ്ങനൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ AQB എടുക്കുന്നു, അതിന്റെ മുകളിൽ റാ നീട്ടി വരച്ച രീതിയിൽ കണ്ടാൽ അപ്പോഴേ ഓർത്തോണം ചാപം AQB, മുകളിലുള്ളത് ചാപം APB. അപ്പൊ എത്ര ചാപങ്ങളുണ്ട്? രണ്ട് ചാപമുണ്ട്. ഒന്ന് APB, അടുത്ത എന്താ? AQB. നമ്മൾ പടം നോക്കിക്കഴിഞ്ഞാൽ, ചിത്രം നോക്കിക്കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും? APB എന്നുള്ളതിനെ ആർക്ക് എന്നും ചാപമെന്നും AQBയെ എന്തെന്നും എടുത്തിരിക്കുന്നു? ആൾട്ടർനേറ്റ് ആർക്ക് അഥവാ ശിഷ്ടചാപമെന്നും എടുത്തിരിക്കുന്നു. അപ്പൊ എന്താണ് ചാപം, എന്താണ് ശിഷ്ടചാപം? ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. അപ്പൊ രണ്ട് ഭാഗം, ഒരു വൃത്തം രണ്ട് ഭാഗങ്ങളായിട്ട് മാറുകയാണെങ്കിൽ ഒന്നിനെ ചാപം എന്നും അടുത്തതിനെ എന്തെന്നും പറയുന്നു? ശിഷ്ടചാപം എന്നും പറയുന്നു. ഓക്കെ ആണേ? ക്ലിയർ ആണല്ലോ. ഇത് വെച്ചുകൊണ്ട് ഞാനൊരു 3 ആംഗിള് പറയാൻ പോവാണ്. ഏതൊക്കെയും നോക്കിക്കോളാം. ആദ്യം ഞാൻ വരയ്ക്കാം, എന്നിട്ട് എഴുതാം. ആദ്യം എയിൽ നിന്ന് ഓയിലോട്ട് വരച്ചു, ഓയിൽ നിന്ന് ബിയിലോട്ട് വരച്ചു. അപ്പൊ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തു. എയിൽ നിന്ന് ഓയിലോട്ടും ഓയിൽ നിന്ന് ബിയിലോട്ടും വരച്ചു, ഒരു ആംഗിൾ കിട്ടി, ആംഗിൾ AOB. ഓക്കെ ആണല്ലോ. ഇനി എയിൽ നിന്ന് ക്യൂയിലോട്ട് വരച്ചു, ക്യൂയിൽ നിന്ന് ബിയിലോട്ട് വരച്ചു. അപ്പൊ അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തു. ആംഗിളിന്റെ പേരെന്താ? ആംഗിൾ AQB. ഇനി എയിൽ നിന്ന് പിയിലോട്ട് വരച്ചു, ബിയിൽ നിന്നും പിയിലോട്ട് വരച്ചു. അപ്പൊ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തില്ലേ? ആംഗിൾ എന്താ? ആംഗിൾ APB. ശരിയാണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ചാപം എന്താന്ന് പഠിച്ചു, ശിഷ്ടചാപം എന്താന്ന് പഠിച്ചു, ഇപ്പൊ 3 കോണുകൾ വരയ്ക്കാൻ പഠിച്ചു. കോണുകൾ എങ്ങനെയൊക്കെ വരച്ചിരിക്കുന്നത്? ABയിൽ നിന്ന് ഓയിലോട്ട് വരച്ചു, ക്യൂയിലോട്ട് വരച്ചു, പിയിലോട്ട് വരച്ചു. അപ്പൊ ആദ്യം കിട്ടിയ ആംഗിൾ ഏതാ? ആംഗിൾ AOB. O എന്ന് പറഞ്ഞാൽ എവിടെയാ നിൽക്കുന്നേ? സർക്കിളിന്റെ സെന്ററിലല്ലേ? O എന്ന് പറഞ്ഞാൽ എവിടെയാണ് നിൽക്കുന്നത്? സർക്കിളിന്റെ സെന്ററിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ സെൻട്രൽ ആംഗിൾ എന്ന് വിളിക്കും. O എന്ന് പറയുന്ന സർക്കിളിന്റെ സെന്റർ ആണ്. അതുകൊണ്ട് ആ ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സെൻട്രൽ ആംഗിൾ. മലയാളം മീഡിയത്തിലോട്ട് വരുമ്പോഴോ O എന്ന് പറഞ്ഞാൽ വൃത്തകേന്ദ്രം. അതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കുന്നു? കേന്ദ്രകോൺ എന്ന് വിളിക്കുന്നു. ഈ കേന്ദ്രകോൺ ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നുണ്ടോ? അതാ ഇങ്ങനെയല്ലേ അടയാളപ്പെടുത്തിയിരിക്കുന്നത്? ഈ ഒരു ഭാഗമല്ലേ? അതുകൊണ്ട് ഇതിനെ നമ്മൾ പറയുന്നത് ചാപം APBയുടെ കേന്ദ്രകോൺ. സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് APB. അങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെ മാർക്ക് ചെയ്തേക്കുന്നുണ്ടാണ് APBയുടെ എന്തായിട്ട് എടുത്തത്? സെൻട്രൽ ആംഗിൾ ആയിട്ട് എടുത്തത്. അപ്പൊ ഒന്നാമത്തെ ആംഗിളിന് നമ്മൾ വിളിക്കുന്ന പേര് സെൻട്രൽ ആംഗിൾ. ഓക്കെ, ഇനി രണ്ടാമത്തെ ആംഗിൾ നോക്കാം. അതില് നമ്മൾ നടുക്കുള്ള ലെറ്റർ ആണ് ഇമ്പോർട്ടന്റ്. നടുക്ക് വന്നേക്കുന്ന ലെറ്റർ Q അല്ലേ? നടുക്ക് Q വന്നിട്ടുണ്ട്. Q എന്ന് പറയുന്ന പോയിന്റ് എവിടെയാ കിടക്കുന്നതെന്ന് നോക്കി. ചാപത്തിലാണോ ശിഷ്ടചാപത്തിലാണോ, ആർക്കിലാണോ ആൾട്ടർനേറ്റ് ആർക്കിലാണോ? Q എന്ന പോയിന്റ് കിടക്കുന്നത് ആൾട്ടർനേറ്റ് ആർക്കിലാണ്. അതുകൊണ്ട് നമുക്ക് ആംഗിളിനെ വിളിക്കുന്ന പേര് ആംഗിൾ ഓൺ ആൾട്ടർനേറ്റ് ആർക്ക്. മലയാളം മീഡിയം ആണെങ്കിൽ എന്ത് പറയും? ശിഷ്ടചാപത്തിലെ കോൺ. അപ്പോ നമ്മൾ ഇവിടെ പഠിക്കുന്ന കോണുകൾക്ക് എങ്ങനെയാ പേര് കൊടുക്കുന്നത്? സെന്ററിൽ വരുന്ന ലെറ്റർ. സെന്ററിൽ O വന്നാൽ സെൻട്രൽ ആംഗിൾ. സെന്ററിൽ Q വരുന്നു. Q എന്ന് പറയുന്നത് എവിടെയാ കിടക്കുന്നത്? ആൾട്ടർനേറ്റ് ആർക്കിലാണ്. അതുകൊണ്ട് അതിന് എന്തെന്ന് പറയുന്നു? ആംഗിൾ ഓൺ ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയുന്നു. ഇനി ആംഗിൾ APB. P എവിടെയാ നിൽക്കുന്നത്? P എന്ന് പറയുന്നത് ആർക്കിലുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ ആംഗിളിന് എന്തെന്ന് പറയാം? ആംഗിൾ ഓൺ ആർക്ക്, ചാപത്തിലെ കോൺ. അപ്പൊ ഞാൻ 3 കോണുകൾ എഴുതി. ഒന്ന് സെൻട്രൽ ആംഗിൾ, അടുത്ത ആംഗിൾ ഓൺ ആൾട്ടർനേറ്റ് ആംഗിൾ, അടുത്ത ആംഗിൾ ഓൺ ആർക്ക്. ഇത് 3 മനസ്സിലാക്കിയ മാർക്ക് ചെയ്യുന്ന എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. ചാപത്തിലെ കോൺ, ശിഷ്ടചാപത്തിലെ കോൺ, വൃത്തകേന്ദ്രത്തിലെ കോൺ. എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് ക്ലിയർ ആണല്ലോ. എന്താണ് ചാപം എന്നുള്ളതും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇത് 3 തമ്മിലുള്ള ബന്ധമാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആ ബന്ധം ഒന്ന് പറയും. അത് എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഈ ബന്ധം ഒന്ന് കേട്ടുവെക്കുക. അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് ആ റിലേഷൻ കിട്ടിയത് എന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും.
ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇവിടെ പഠിക്കാനുള്ള രണ്ട് റിലേഷനില് ഒന്നാമത്തെ റിലേഷൻ എന്ന് പറയുന്നത് ആംഗിൾ എ ക്യു ബി. ആംഗിൾ എ ക്യു ബി എന്ന് പറഞ്ഞാൽ എവിടെയുള്ള ആംഗിളാ? ആൾട്ടർനേറ്റ് ആർക്കിലുള്ള ആംഗിൾ ആണ്. അത് ആംഗിൾ എ ഒ ബിയുടെ പകുതിയായിരിക്കും. ആൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും. അതുപോലെ ആംഗിൾ എ ക്യു ബിയും ആംഗിൾ എ പി ബിയും കൂടി ആഡ് ചെയ്താൽ എത്ര ഡിഗ്രി കിട്ടും? 180 ഡിഗ്രി കിട്ടും. അപ്പോ നമ്മൾ പറഞ്ഞ 3 ആംഗിളുകൾ വെച്ചുകൊണ്ടുള്ള 2 റിലേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ശിഷ്ടചാപത്തിലെ കോൺ കേന്ദ്രകോണിന്റെ പകുതി. 2, ചാപത്തിലെയും ശിഷ്ടചാപത്തിലെയും കോൺ ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടുന്നു. സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് ആൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ. ആൾട്ടർനേറ്റ് ആർക്കിലെയും ആംഗിൾ ആഡ് ചെയ്താൽ എത്ര ഡിഗ്രി കിട്ടുന്നു? 180 ഡിഗ്രി കിട്ടുന്നു. അപ്പൊ ഈ റിലേഷൻ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഇതെങ്ങനെയാണ് കിട്ടിയെന്നുള്ളതും ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.